Hello friends, welcome back to my channel AJ Entertainments. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കാണുന്നതിലൂടെ ഫേസ്ബുക്കിന്റെ ഐഡന്റിറ്റിയുടെ ഓപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇത്ര നാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫേസ്ബുക്കിന്റെ ലോക്ക് എങ്ങനെ പൊട്ടിക്കാം, ലോക്കിന്റെ ഓപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം, അങ്ങനെ പറ്റിയുള്ള വീഡിയോ ആണ്. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഫേസ്ബുക്കിന്റെ ഐഡന്റിറ്റി, ലോക്ക് അല്ല ഐഡന്റിറ്റിയുടെ ഓപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം. പലർക്കും വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഓപ്ഷനാണ്, അപ്ലോഡ് ഫോട്ടോ ഐഡിയുടെ ഓപ്ഷൻ. ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്രീ ഫയർ അക്കൗണ്ട് എക്സ്റ്റെൻഡ് സെയിൽ ചെയ്യുമ്പോഴായിരിക്കും ഐഡന്റിറ്റി വരിക. പക്ഷേ ഈ ഓപ്ഷൻ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഓപ്ഷൻ ചേഞ്ച് ചെയ്ത് നമുക്ക് എങ്ങനെ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റാം. അതായത് ചിലപ്പോൾ നമ്മുടെ ഇമെയിലും നമ്മുടെ ഫോൺ നമ്പർ ചിലപ്പോൾ അതിൽ ആഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായി തന്നെ ഈ ഐഡന്റിറ്റിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും. അത് എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മാക്സിമം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് പവർ ആക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി കാണാൻ സാധിക്കും. അതിൽ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുമാതിരി കിടിലൻ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഒട്ടും തന്നെ സമയം വൈകിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയാലോ. നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഐഡന്റിറ്റി വരികയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഡയറക്റ്റ് എക്സ്റ്റെൻഡ് സെയിലോ ചെയ്യുമ്പോഴായിരിക്കും ഐഡന്റിറ്റി വരിക. പക്ഷെ നിങ്ങൾ നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാങ്ങി ഐഡി പാസ്വേഡ് അടിച്ച് ഫുള്ള് സെറ്റാക്കിയ ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ഐഡന്റിറ്റി വരും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് തന്ന ആളോട് ജസ്റ്റ് ആ ഇമെയിൽ പാസ്വേഡും അവനെ അയച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ലോഗിൻ ചെയ്യിപ്പിച്ചാൽ എസ് എന്ന് കൊടുത്താൽ ഐഡന്റിറ്റി മാറും. അത് സിമ്പിൾ ട്രിക്കാണ്. അതല്ലാണ്ട് നമുക്ക് ഐഡന്റിറ്റി മാറ്റാൻ പറ്റുന്നില്ല, പിന്നെയാണെങ്കിൽ മറ്റവന് വിശ്വാസമില്ല, തന്ന ആളെ നമുക്കൊരു വിശ്വാസമില്ല. അപ്പോൾ എങ്ങനെ നമുക്ക് മാറ്റാമെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഐഡന്റിറ്റി വെക്കുമ്പോൾ അപ്ലോഡ് ഫോട്ടോ ഐഡിയുടെ ഓപ്ഷൻ ആയിരിക്കും അധികം ഉണ്ടാവുക. ഓക്കെ, ഇത് എങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിന് ഐഡന്റിഫൈ ഓപ്ഷനോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വരുത്തുന്ന ഒരു ഓപ്ഷൻ നമുക്ക് വരുത്തിക്കാൻ പറ്റും. ഫ്രണ്ട്സിന് ഐഡന്റിറ്റി അല്ലെങ്കിൽ ഗെറ്റ് കോഡ് ടു ഫോൺ, ഗെറ്റ് കോഡ് ടു ഇമെയിൽ ഓപ്ഷനെ നമുക്ക് വരുത്തിക്കാൻ സാധിക്കും. ഇത് ഏതാണെന്ന് വരുന്നത് വെച്ചാൽ ഫേസ്ബുക്കിന്റെ ലെക്ക് പോലെ ഇരിക്കും. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. 7 ദിവസം നിങ്ങൾ ആ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാൻ നോക്കുക. എല്ലാ ഫോണിൽ ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്ത് 7 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അപ്ലോഡ് ഫോട്ടോ ഐഡി ഓപ്ഷൻ മാത്രമാണെങ്കിൽ അത് നിങ്ങൾക്ക് മാറിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറൊരു ഓപ്ഷൻ കൂടി ലഭിക്കും. അത് ചിലപ്പോൾ ഫ്രണ്ട്സിന് ഐഡന്റിഫൈ ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗെറ്റ് കോഡ് ടു ഇമെയിൽ അല്ലെങ്കിൽ ഗെറ്റ് കോഡ് ടു ഫോണിൻ്റെ ഓപ്ഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും. ഓക്കെ, അങ്ങനെ എന്തായാലും 7 ദിവസം നിങ്ങൾ ലോഗൗട്ട് അടിച്ച് വെച്ചാൽ അടുത്തതായിട്ടുള്ള ഓപ്ഷൻ വരുന്നതാണ്. ഇത് ഞാൻ ഉറപ്പ് പറയുന്നത്, ഞാൻ പല അക്കൗണ്ടിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വർക്കിംഗ് ആണ്. നിങ്ങൾ എന്തായാലും മാക്സിമം ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക. 100% വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഓപ്ഷനാണ് വന്നതെങ്കിൽ എങ്ങനെ ഫ്രണ്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് 2 ഫോൺ വേണം. ഒന്ന് ഈ അക്കൗണ്ട് ലോഗിൻ ആയി കിടക്കുന്ന ആ ഫോണും പിന്നെ വേറൊരു സെപ്പറേറ്റ് ഒരു ഫോണിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ലോഗിൻ ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ ഈ ഐഡന്റിറ്റിയിൽ കാണിക്കുന്ന ഈ ഫ്രണ്ട്സിൻ്റെ പേരില്ലേ, ആ പേര് നിങ്ങൾ മറ്റേ ഫോണിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്ത് അവർ എല്ലാ ഫോട്ടോസിലും കറക്റ്റായി നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പുറത്തെ ടിക്ക് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ 5 പേരാണ്. 5 പേരുടെ കറക്റ്റായി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ 5 പേരും 5 ആൾക്കും 5 ഓപ്ഷനായിട്ട് ഉണ്ടാവും. ഓക്കെ, ഐഡന്റിറ്റിയിൽ കുറച്ച് ഓപ്ഷൻ ഉണ്ടാവില്ലേ, ആ ഓപ്ഷൻ നിങ്ങൾ കറക്റ്റായി ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്ത് 5 ആളെ നിങ്ങൾ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ട് 100% അൺലോക്ക് ആവുന്നതാണ്. അൺലോക്ക് അല്ല, ഐഡന്റിറ്റി മാറുന്നതാണ്. ഓക്കെ, ഇത് സിമ്പിളാണ്. എല്ലാവരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത്, കുറേ ആൾക്ക് അറിയില്ലായിരിക്കും ഇതെങ്ങനെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യുന്നത്, പലർക്കും അറിയില്ലായിരിക്കും. മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് പവറായി കാണിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഐഡന്റിറ്റിയുടെ ഓപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണം. നിങ്ങൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ലോക്കാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടും അൺലോക്ക് ചെയ്യാനാവുന്നില്ലേ? ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെറിയ റേറ്റിൽ ഞാൻ തന്നെ അൺലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു റേറ്റിൽ ഞാൻ തന്നെ അക്കൗണ്ട് ഫുള്ളായിട്ട് ഏറ്റെടുത്ത് ഞാൻ തന്നെ ഫുള്ളായിട്ട് അൺലോക്ക് ചെയ്യുന്നുണ്ട് ചെറിയൊരു റേറ്റിന്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ജോയിൻ ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, ഞാൻ തന്നെയാണ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ. നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കാനും മാക്സിമം നിങ്ങൾ കൊണ്ടാകുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് പവറാക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഇതിനേക്കാളൊക്കെ മികച്ച മറ്റൊരു അടിപൊളി കിടന്ന വീഡിയോയുമായി കാണുന്ന പ്രതീക്ഷയോടുകൂടി ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.